നമസ്കാരം. പ്രസിഡന്റായുള്ള തന്റെ രണ്ടാം വരവ് മുതൽ അമേരിക്കയുടെ വിദേശ നയത്തിൽ അടിമുടി മാറ്റം വരുത്തിയാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ജപ്പാൻ, ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, യുക്രൈൻ, ഇന്ത്യ തുടങ്ങി മുൻ അമേരിക്കൻ ഭരണകൂടങ്ങൾ സഖ്യകക്ഷിയാക്കാൻ കഠിനമായി പരിശ്രമിച്ച സകല രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങൾ ട്രംപ് വഷളാക്കി കഴിഞ്ഞു. ഏകദേശം 4 മാസത്തെ തന്നെ ഭരണത്തിൽ ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രഖ്യാപിത ശത്രുക്കളെ സ്പർശിച്ചിട്ടില്ല. പക്ഷേ സുഹൃത്തുക്കളെ ബുദ്ധിമുട്ടിക്കാനുള്ള ഒരവസരവും ട്രംപ് നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നും കാണാനാകും. ട്രംപിന്റെ വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ 2026 ജനുവരി 1 മുതൽ പ്രാബല്യത്തിലാകുമ്പോൾ അമേരിക്കയിലെ പ്രവാസികൾ ഏറെ ആശങ്കയിലാണ്. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ നാട്ടിലേക്ക് അയക്കുന്ന പണത്തിന്റെ 3.5% അമേരിക്കയിൽ നികുതിയായി നൽകണം. 5% നികുതിയാണ് ആദ്യം ശുപാർശ നൽകിയതെങ്കിലും പിന്നീട് അത് 3.5% കുറയ്ക്കുകയായിരുന്നു. UAE കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രവാസി ഇന്ത്യക്കാരുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ തിരിച്ചടി നേരിടുന്നതും ഇന്ത്യൻ സമൂഹത്തിനാണ്. 2023 കണക്കനുസരിച്ച് 29 ലക്ഷം ഇന്ത്യക്കാർ UAEയിൽ സ്ഥിര താമസമാക്കിയിട്ടുണ്ട്. അമേരിക്കയിൽ ഏറ്റവും അധികമുള്ള പ്രവാസി സമൂഹത്തിൽ മെക്സിക്കോയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്താണ് ഇന്ത്യ. റിസർവ് ബാങ്കിന്റെ മാർച്ചിലെ റെമിറ്റൻസ് സർവേ പ്രകാരം ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം പ്രവാസി പണം എത്തുന്നത് അമേരിക്കയിൽ നിന്നാണ്. 27.7% വിഹിതം. ഏകദേശം $32,000 കോടി, അതായത് 27.26 ലക്ഷം കോടി രൂപയാണ് 2023-24 ഇന്ത്യയിലേക്ക് എത്തിയത്. 2ാം സ്ഥാനത്തുള്ള UAEയുടെ വിഹിതം 19.2%. പുതിയ നികുതി നടപ്പാക്കുന്നതോടെ ഇന്ത്യയിലേക്കുള്ള പണമൊഴുക്കിനെ നിരുത്സാഹപ്പെടുത്തുകയും ഇന്ത്യയിലെ കുടുംബങ്ങൾക്കുള്ള സാമ്പത്തിക പിന്തുണയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമെന്നാണ് നിരീക്ഷിക്കുന്നത്. ബില്ല് പ്രാബല്യത്തിലായാൽ ഇന്ത്യയിലേക്ക് $1000 അയക്കുമ്പോൾ $35 നികുതി പിടിക്കും. $965 നാട്ടിലേക്കുള്ളവർക്ക് ലഭിക്കും. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ വക്താവ് പീറ്റ് നുയൻ സൈന്യത്തിനെ പിൻവലിക്കുന്ന വിഷയം പരാമർശിച്ചെങ്കിലും ഡൊണാൾഡ് ട്രംപ് ഉത്തര കൊറിയയുടെ സമ്പൂർണ്ണ ആണവ നിരായുധീകരണത്തിന് പ്രതിജ്ഞാബദ്ധനാണെന്നാണ് അദ്ദേഹം പരാമർശിച്ചിരുന്നത്. എന്നാൽ ഇതേ സംബന്ധിച്ച് ദക്ഷിണ കൊറിയൻ പ്രതിരോധ മന്ത്രാലയം അഭിപ്രായം പറയാനും സമ്മതിച്ചു. ഏകദേശം 28,500 അമേരിക്കൻ സൈനികരെ വിന്യസിച്ചിരിക്കുന്ന ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ സൈനികരുടെ സാന്നിധ്യം മാറ്റുന്നതിനെ കുറിച്ച് ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ കാലാവധി മുതലേ ആലോചിച്ചു വരികയാണ് എന്ന് വ്യക്തമാണ്. കഴിഞ്ഞ മാസം ഏഷ്യയിലെ അമേരിക്കൻ സൈന്യത്തിന്റെ മേൽനോട്ടം വഹിക്കുന്ന ഉന്നത കമാൻഡർമാർ അമേരിക്കയിൽ നിന്ന് ദക്ഷിണ കൊറിയയിലേക്കുള്ള സൈനികരെ കുറയ്ക്കുന്നതിനെ കുറിച്ച് മുന്നറിയിപ്പും നൽകിയിരുന്നു. ഈ കുറവ് ഉത്തര കൊറിയയ്ക്കെതിരായ തങ്ങളുടെ ശേഷി അപകടത്തിലാക്കുമെന്നും ശത്രു ശക്തികളോട് സാധ്യതയുള്ള സംഘർഷങ്ങളിൽ തങ്ങളുടെ കഴിവിനെ ബാധിക്കുമെന്നും സൈനികർ പ്രസ്താവിച്ചിരുന്നു. എന്നിരുന്നാലും സൈന്യത്തെ പിൻവലിക്കുന്നത് ദക്ഷിണ കൊറിയയുടെ സുരക്ഷയ്ക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇത് നിക്ഷേപകരിൽ ആശങ്ക ഉയർത്തുകയും സാമ്പത്തിക അസ്ഥിരതയിലേക്ക് നയിക്കുകയും ചെയ്യും. മാത്രമല്ല, ഈ നീക്കം ദക്ഷിണ കൊറിയയെ ബദൽ സുരക്ഷാ ഓപ്ഷനുകൾ പരിഗണിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ദക്ഷിണ കൊറിയയുമായുള്ള സുരക്ഷാ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് അമേരിക്കൻ പൊതുജനങ്ങൾക്കിടയിൽ ശക്തമായ വികാരമുണ്ട്. ദക്ഷിണ കൊറിയയിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുടെ ദീർഘകാല പരിപാലനത്തെ മിക്ക അമേരിക്കക്കാരും പിന്തുണയ്ക്കുന്നുവെന്നും സൈനികരെ പിൻവലിക്കുന്നത് പ്രാദേശിക സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നുവെന്നും സമീപകാല സർവേകൾ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ ദക്ഷിണ കൊറിയൻ സൈന്യത്തിന്റെ പിൻവാങ്ങൽ ഇന്തോ പസഫിക്കിലെ അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ ആശങ്കാജനകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം. ജപ്പാനും ഫിലിപ്പീൻസും ചേർന്ന് ദക്ഷിണ കൊറിയ സ്വയം പ്രതിരോധിക്കാനും വർദ്ധിച്ചു വരുന്ന ഈ മേഖലയിൽ തങ്ങളുടെ ശക്തി പ്രകടിപ്പിക്കാനും അമേരിക്കൻ സൈന്യവുമായി അടുത്ത ഏകോപനത്തെ ആശ്രയിക്കുന്നു. മാത്രമല്ല, തായ്വാനും അപകടത്തിലായേക്കാം. ട്രംപിന്റെ തീരുമാനത്തെ സഖ്യകക്ഷികൾ നെഗറ്റീവ് വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കുകയും അമേരിക്കയും സഖ്യകക്ഷികളും തമ്മിലുള്ള ഗുരുതരമായ വിശ്വാസ പ്രശ്നങ്ങൾ ഉയർത്തുകയും ചെയ്തേക്കാം.